വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് കുറച്ചധികം കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മമ്മോട് പോയി വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് അമ്മച്ചന് ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചധികം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടേക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. ഈ ഒരു സ്നാക്സ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിലേക്ക് നേരെ കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ കപ്പ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ചെത്തി നല്ലപോലെ ക്ലീനാക്കി എടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് പണിയെടുക്കുന്ന കാരണം കുറച്ച് റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെ അതിൻ്റെ രണ്ട് ഭാഗത്തൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കണം. എന്നിട്ടൊരു മീഡിയം വലുപ്പത്തിലാക്കിയിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം പീസായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇത്രയും പീസ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു നീളത്തിൽ എടുക്കുക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകി മാറ്റിയിട്ട് വെക്കാം. അതിന് ശേഷം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി, ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വേവിക്കുക വേണ്ടുള്ളൂ. വേവിച്ചതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ സ്ലൈസായിട്ട് മാറ്റണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ഇത് വേണ്ടത്. അപ്പോൾ കുറേ അമ്മ എടുത്ത് ശരിയാക്കി വെക്കുന്നുണ്ട്. ഇത് ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല രസമല്ലേ. അതുപോലെ തന്നെ ഞാൻ 2-3 പീസ് എടുത്തിട്ടാണ് കഴിച്ചു കേട്ടോ. എന്തായാലും അമ്മ ഇനി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തായാലും അമ്മ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നല്ലപോലെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. കുറച്ചധികം ദിവസം തന്നെ വേണ്ടി വന്നു ഈ ഒരു കപ്പ ഉണങ്ങി കിട്ടാനായിട്ട്. ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് എത്ര വർഷം വേണേലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കാറുള്ള ഒരു സ്നാക്സും കൂടി ആട്ടോ ഇത്. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ആരൊക്കെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.